കറുത്തുപോയ ചെറുപഴം വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ചെറുപഴം മാത്രമല്ല ഏത് പഴം വെച്ച് നമുക്കിത് ചെയ്യാം. പക്ഷേ ചെറുപഴം വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. കറുത്തുപോയ പഴം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 5-6 ചെറുപഴം ഞാൻ ഇതെടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകരുത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, പിന്നെ ശർക്കര പാനിയാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള എടുത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട. പഴം തന്നെ നല്ല മധുരമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള മാവാട്ടോ വേണ്ട. ഇഡ്ലിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ മാവ് തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നത് ഇതുപോലുള്ള ഉണ്ണിയപ്പം ചുടുന്ന കാര വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ കാരയാട്ടോ എടുത്തത്. അതിലേക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഓരോ സ്പൂൺ മാവ് കോരി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം റെഡിയാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാരണം ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ചെറുപഴമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതാ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗം അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് 2-3 പ്രാവശ്യം അങ്ങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകും. ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വൈകുന്നേരത്തെ ചായക്ക് എപ്പോഴും ഒരേപോലുള്ള പലഹാരമൊക്കെ തയ്യാറാക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.